എല്ലാവരും തള്ളിക്കളഞ്ഞപ്പോഴും ഗീതു മോഹൻദാസിനെ ചേർത്ത് പിടിക്കാൻ ഒരു പുരുഷനായിട്ടുള്ള യശ് വേണ്ടി വന്നു. ഗീതു മോഹൻദാസിനെ വിശ്വസിച്ച് ബ്രാൻഡ് വാല്യൂ നമ്പർ 1 സ്ഥാനത്തുള്ള ഒരു നടൻ പുരുഷവർഗത്തെയൊക്കെ വളരെ വലിയ രീതിയിൽ വിമർശിച്ചിരുന്ന ഒരാൾ കൂടിയായിരുന്നു. ഇപ്പൊ ഈ സിനിമ ഇറങ്ങുന്നത് കൂടി ഇന്ത്യയിലെ തന്നെ വളരെ മികച്ച ലേഡി ഡയറക്ടർമാരിൽ ഒരാളായിട്ട് ഗീതു മോഹൻദാസ് മാറും. നന്ദികേടിന് ഏറ്റവും കൂടുതൽ പേര് കേട്ട ആൾക്കാരാണ് നമ്മൾ മനുഷ്യവർഗം എന്ന് പറയുന്നത്. ഒരു മെയിൽ ഷോവനിസ്റ്റ് ആയ ഒരു പുരുഷന് എല്ലാം തളർന്നു നിൽക്കുമ്പോൾ ഒരുപക്ഷെ കൈപിടിക്കാൻ ഒരു സ്ത്രീ ഉണ്ടാവുള്ളൂ. മനുഷ്യന്റെ വികാരങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു നോക്കും, അവിടെ നമുക്ക് ഈ പറയുന്ന വേർതിരിവുകൾ ഉണ്ടാവില്ല. നമ്മുടെ സ്വന്തം ഗീതു മോഹൻദാസിന്റെ സംവിധാനത്തില് ഒരു വലിയൊരു പടം വരാതിരിക്കാണ്, ടോക്സിക് ആണ്. കഴിഞ്ഞ ദിവസം അതിന്റെ പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു. അതില് നായികമാരും നയൻതാര എല്ലാവരും നമ്മുടെ എറണാകുളത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് സ്റ്റേജിൽ നിന്നിട്ട് ഗീതു പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ പലരും കൈ ഒഴിഞ്ഞപ്പോൾ എന്നെ വിശ്വസിക്കാൻ ഉണ്ടായത് യാഷ് മാത്രമായിരുന്നു എന്നുള്ളത്. അതിനെക്കുറിച്ച് എന്താ ചേട്ടൻ പറയാനുള്ളത്? അതിൽ അവര് അത് മാത്രമല്ല, ഹൃദയത്തിൽ തൊടുന്ന ചില വാക്കുകൾ കൂടി ഗീതു മോഹൻദാസ് പറഞ്ഞു. യശ് എനിക്ക് അത്രമേൽ വേണ്ടപ്പെട്ട ഒരാളായി മാറിയിരിക്കുന്നു. ഞാൻ പോകുമ്പോൾ നിങ്ങളുടെ ഒരു ഭാഗവും കൂടെ കൊണ്ടുപോകുന്നു എന്നാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ ആത്മാവിൽ എത്രത്തോളം ഇഴുകിച്ചേർന്നിരിക്കുന്നു അല്ലെങ്കിൽ ആത്മബന്ധം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളൊരു വലിയ പ്രശ്നത്തിൽ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വലിയ ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റുമുള്ള ആളുകളൊന്നും നമ്മളെ കേൾക്കാതിരിക്കുമ്പോൾ ഒരു കൈ നമുക്ക് വരുമ്പോ അവരെ നമ്മൾ ആത്മബന്ധത്തോടൊപ്പം ചേർത്ത് വെക്കും. നമ്മൾ ആ സൗഹൃദത്തെ നമ്മൾ ആ ഒരു വാല്യുബിൾ ആയിട്ട് കൊണ്ടു നടക്കും. അത് കൊണ്ടു നടക്കാത്ത ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെ ഒരു വിലയും കൊടുക്കാതെ തള്ളിക്കളയുന്ന ആളുകളുണ്ട്. കാരണം മനുഷ്യന്മാരാണ്. ആ മനുഷ്യൻ നന്ദികേടിന് ഏറ്റവും കൂടുതൽ പേര് കേട്ട ആൾക്കാരാണ് നമ്മൾ മനുഷ്യവർഗം എന്ന് പറയുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് പറയുന്നത്. പക്ഷെ അത് അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ഉണ്ടാവരുത് എന്ന് വിശ്വസിക്കുകയും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളാണ് ഞാൻ. അങ്ങനെ ഇപ്പം പ്രിയായാലും നമ്മൾ ആരായാലും അങ്ങനെ ചെയ്യരുത് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇവിടെ ഗീതു മോഹൻദാസ് പറഞ്ഞിരിക്കുന്നു, യശ് എന്നെ അത്രമേൽ എന്ത് ചെയ്തു, എന്നെ വിശ്വസിച്ചു. ആലോചിക്കണം, മലയാളത്തിലെ ഒരു നല്ല നടി, മലയാളത്തിൽ ഉയർന്നു വന്നൊരു സംവിധായിക, ആ സംവിധായികയെ തെന്നിന്ത്യയിൽ എന്നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബ്രില്യന്റ് ആയ ഒരു നടൻ ഡേറ്റ് കൊടുക്കുകയാണ്. KGF എന്ന് പോലും പറയുന്ന ഒരു സിനിമയെ വേൾഡ് വൈഡ് ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ബ്രാൻഡ്, അതിന്റെ താരമൂല്യം ചില്ലറയല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു നടൻ ഒരു ലേഡി ഡയറക്ടറിൽ അത്രമേൽ വിശ്വാസം അർപ്പിക്കുകയാണ്. അപ്പൊ ആൾക്കാർ ചോദിക്കും, ലേഡി ഡയറക്ടർക്ക് എന്താ കുഴപ്പം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. പക്ഷെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ, നമ്മുടെ സമൂഹത്തിൽ ലേഡി സംവിധായികമാർ എത്രത്തോളം ഉണ്ട്? സ്റ്റെഫി സേവിയറിനെ പോലെ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഉള്ളൂ, അല്ലെ? എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളത്തിൽ പോലും അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്, നല്ല നിലയിൽ നിന്ന് പോകുന്ന ആൾക്കാരുണ്ട്. നല്ല നിലയ്ക്ക് സംവിധാനം ചെയ്യുകയും അത് ഫലിപ്പിക്കുകയും അത് കൃത്യമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. പക്ഷെ സിനിമാ സമൂഹത്തിനും നമ്മുടെ സമൂഹത്തിനും ഒരു തോട്ടുണ്ട്. എന്താണ്? സ്ത്രീകൾക്ക് ചിലപ്പോൾ ഇതൊന്നും പറ്റിയേക്കില്ല, സ്ത്രീകൾക്ക് ഇതൊരു പക്ഷെ ഇതാക്കില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു സമൂഹത്തിൽ നിന്ന് ഗീതു മോഹൻദാസിനെ വിശ്വസിച്ച് ബ്രാൻഡ് വാല്യൂ നമ്പർ 1 സ്ഥാനത്തുള്ള ഒരു നടൻ അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുത്ത് അവരുടെ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ വളരെയധികം വാല്യൂ കൊടുക്കണം. ഞാൻ ഗീതു മോഹൻദാസിനെ ബഹുമാനിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അവര് നല്ല നടിയാണ്, അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാറുണ്ട്, അവർക്ക് സ്വന്തമായിട്ട് അഭിപ്രായങ്ങളൊക്കെ ഉള്ള ആളാണ്, നിലപാടുള്ള ആളാണ്. പക്ഷെ അവർ നന്ദി കാണിച്ചു എന്നുള്ളതാണ്. അതായത് യശ് അവർക്ക് വേണ്ടിയിട്ട് അത്രയും സമയം ചെലവഴിച്ചു, അത് ചിലപ്പോൾ റീഷൂട്ട് ചെയ്യേണ്ടി വന്നു. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഈ ടോക്സിക്കുമായി ബന്ധപ്പെട്ട്. ടോക്സിക് വന്ന സമയത്ത് ആ ടോക്സിക്കിലെ ഒരു ചൂടൻ രംഗവുമായി ബന്ധപ്പെട്ട് അത് സ്ത്രീകളെ വിൽപ്പന ചരക്കാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവർ തന്നെ, അതായത് ഈ പറയുന്ന ഗീതു മോഹൻദാസിന് അത് ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു വലിയ ചർച്ചയുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കസബ എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്ക ഒരു സീൻ അവതരിപ്പിക്കുന്നുണ്ട്. ആ സീനുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ വരുന്നു. പക്ഷെ അതൊരു സിനിമയാണെന്നും ആ സിനിമയിൽ ഒരു സീൻ മാത്രമാണ് അതെന്നും യഥാർത്ഥത്തിൽ സ്ത്രീകളോട് അങ്ങനെ പെരുമാറരുത് എന്ന് എല്ലാവർക്കും അറിയാമെന്നും ഒരുപക്ഷെ നമ്മൾ സ്ത്രീകളെ ആക്രമിക്കുന്ന രംഗം ചിത്രീകരിച്ചുകൊണ്ടായിരിക്കും അതിൽ നിന്ന് അങ്ങനെ ചെയ്യരുത് എന്നൊരു മെസ്സേജ് കൊടുക്കുക. ഒരാളെ ആക്രമിക്കുന്ന രംഗം വെച്ചുകൊണ്ടാണല്ലോ അത് പറയാൻ പറ്റുള്ളൂ. അതൊന്നും പരിഗണിക്കാതെ അന്ന് മമ്മൂക്കയെ വല്ലാത്ത രീതിയിൽ ഈ പറയുന്ന ഫെമിനിസ്റ്റുകൾ, ഞാൻ ഫെമിനിസം എന്ന് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥ ഫെമിനിസ്റ്റുകളെയല്ല, യഥാർത്ഥ ഫെമിനിസ്റ്റുകളുണ്ട്, അതായത് കുറച്ചുകൂടെ നിലപാടുള്ള പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ നല്ല ഒരേ രീതിയിൽ നിൽക്കേണ്ട ആൾക്കാരാണെന്നും അവർക്ക് സമൂഹത്തിൽ ഒരുപോലെ തുല്യത വേണമെന്നും ജോലിയിലും വിദ്യാഭ്യാസത്തിലും വരുമാനത്തിലും ഒക്കെ ഒരുപോലെ തുല്യത വേണമെന്നും ഹ്യൂമാനിറ്റി കുറച്ചും കൂടെ എന്താണ് അവര് അതിനെ കുറച്ചും കൂടി മാർക്കറ്റ് ചെയ്യും. ഹ്യൂമാനിറ്റിയാണ് അവർ കുറച്ചും കൂടി എടുത്ത് നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അതല്ലാതെ
ഷോ ഫെമിനിസം എന്ന് പറയുന്ന ഒരു കൾച്ചർ ഉണ്ട്. വെറുതെ ഒരു കാര്യവുമില്ലാതെ ആൾക്കാരെ കുറ്റം പറയുന്ന കുറെ ടീംസ് ഉണ്ട്. അതാണെങ്കിലും ഉണ്ട് മെയിൽ ഷോവനിസ്റ്റുകൾ എന്ന് പറയുന്നത്. അതിന്റെ പക്ക തനി പകർപ്പാണ് ഇപ്പോഴത്തെ ആളുകൾ എന്ന് പറയുന്നത്. ഈ രണ്ടും അപകടമാണ്. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് മമ്മൂക്കെ ഭയങ്കരമായിട്ട് ആക്രമിച്ച് വലിയ പ്രശ്നമുണ്ട്. അത് പാർവതി തിരുവോത്തൊക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അതേ ഗീതു മോഹൻദാസ് ഈ ഒരു സിനിമയ്ക്കകത്ത് വളരെ ഒരു സ്ത്രീയെ വിൽപ്പനച്ചരക്കാക്കി മാറ്റുന്നുവെന്ന് പേര് കേൾക്കത്തക്ക വിധത്തിൽ ഒരു കാര്യം ചെയ്യുന്നു. യഥാർത്ഥത്തിൽ അത് സ്ത്രീയെ വിൽപ്പനച്ചരക്കാക്കുന്നൊന്നുമല്ല, അതൊരു ഷോ, ഒരു ആക്ടിങ് ആണത്. മനസ്സിലായില്ലേ? ഇപ്പം ബോളിവുഡ് സിനിമകളിലൊക്കെ ഒരു ആക്ടിങ് ഉണ്ട്. ഇപ്പം ചുംബന രംഗങ്ങൾ, ഇപ്പം ഏറ്റവും വലിയ ചുംബന രംഗം എന്ന് പറയുന്നത് നമ്മുടെ ടൈറ്റാനിക് സിനിമയിലെ ആണ്. അപ്പൊ അതൊക്കെ ഒരു സ്ത്രീയെ വിൽപ്പനച്ചരക്കാക്കുന്നതാണോ? അല്ല, അത് ആ രംഗത്തിന്റെ ഒരു ഹാർഡ് കോർ ആയിട്ടുള്ള ആ ഒരു ഭാഗം നമ്മളെ കാണിക്കുന്നതാണ്. പക്ഷെ ഇവിടെ എന്താണ്, ഗീതു മോഹൻദാസിനെതിരെ വലിയ വിമർശനങ്ങൾ വരും. ആ സമയത്തൊക്കെ യശ് അവരുടെ കൂടെ നിന്നു എന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് എപ്പോഴും പറയാനുള്ളത്, ഒരു കാലഘട്ടത്തിൽ ആണുങ്ങളെ പുരുഷവർഗത്തെയൊക്കെ വളരെ വലിയ രീതിയിൽ വിമർശിച്ചിരുന്ന ഒരാൾ കൂടിയായിരുന്നു ഈ പറയുന്ന ഗീതു മോഹൻദാസ് എന്ന് പറയുന്നത്. അവരുടെ കൂടെ ഇരുന്നുകൊണ്ട് ഒരുപക്ഷെ അത് നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം പാർവതി തിരുവോത്തായിക്കോട്ടെ, ഇവരൊക്കെ ആയിക്കോട്ടെ, ഇവർക്കൊക്കെ സിനിമകളിൽ നിന്നും മറ്റു കാര്യങ്ങളിൽ നിന്നും അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഉച്ചനീചത്വങ്ങള്, പ്രശ്നങ്ങള്, ഒരു പെൺകുട്ടിക്ക് അവരുടെ തൊഴിലിടങ്ങളിൽ നേരിടേണ്ടി വരുന്ന ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങള്, വല്ലാത്ത ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ അവരെ എല്ലാവരും പ്രശ്നക്കാരാണ് എന്ന രീതിയിലേക്ക് ചിന്തിപ്പിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ അതല്ല, എല്ലാവരും പ്രശ്നക്കാരല്ല. അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഗീതു മോഹൻദാസിനും എല്ലാവരും തള്ളിക്കളഞ്ഞപ്പോഴും ഗീതു മോഹൻദാസിനെ ചേർത്ത് പിടിക്കാനും ഒരു പുരുഷനായിട്ടുള്ള യശ് വേണ്ടി വന്നതാണ്. അത് പുരുഷന്റെ മേന്മ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. സ്ത്രീയോ ഓർ പുരുഷൻ, എല്ലാവർക്കും ഒരു മെയിൽ ഷോവനിസ്റ്റ് ആയ ഒരു പുരുഷന് എല്ലാം തകർന്നു നിൽക്കുമ്പോൾ ഒരുപക്ഷെ കൈ പിടിക്കാൻ ഒരു സ്ത്രീ ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ ആ സ്ത്രീ തെറ്റാണോ? അല്ല. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീ ഓർ പുരുഷൻ എന്നതിനേക്കാൾ ഹ്യൂമൻ, അല്ലെങ്കിൽ നമ്മൾ ഒരു ഹ്യൂമൻ ബീങ് ആണ്, അല്ലെങ്കിൽ ഒരു മനുഷ്യനാണ്. മനുഷ്യത്വത്തിന് പ്രാധാന്യം കൊടുത്തു നോക്കൂ, മനുഷ്യന്റെ വികാരങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു നോക്കൂ. അവിടെ നമുക്ക് ഈ പറയുന്ന വേർതിരിവുകൾ ഉണ്ടാവില്ല. അവരുടെ സ്ത്രീയാണല്ലോ, അല്ല അവരിതാണല്ലോ, ഒന്നും ഒരു വേർതിരിവുണ്ടാവില്ല. പക്ഷെ ഇവിടെ യശ് അവരെ സഹായിച്ച കാര്യങ്ങൾ, തന്റെ മുൻ നിലപാടുകളൊക്കെ പറഞ്ഞിട്ട് പോലും അവർക്ക് ആ കാര്യം മനസ്സിലായപ്പോൾ അവർ വളരെ കൃത്യമായിട്ട് അത് പൊതുജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു എന്നുള്ളതും ആ നന്ദി അറിയിച്ചു എന്നുള്ളതും ആ സിനിമ എങ്ങനെ വരുന്നത് നമുക്കറിയില്ല. പക്ഷെ ആ സിനിമ വളരെ നന്നായിരിക്കും എന്നാണ് നയൻതാര ഉൾപ്പെടെയുള്ള ആൾക്കാരുകൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത്രയും ഒരു ലേഡി സൂപ്പർ സ്റ്റാർ ഒക്കെ അത് പറയുമ്പോൾ നമുക്കറിയില്ലല്ലോ, അവർക്ക് അത്രയും എക്സ്പേർട്ട് ആളുകളാണ് ഈ സിനിമാ മേഖലയിൽ. അപ്പം നന്നാവട്ടെ, നല്ല സിനിമ വരട്ടെ. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു നന്ദി പരസ്യമായി പറയാൻ വേണമെങ്കിൽ ഒരു ഡയറക്ടർക്ക് അവർക്ക് പണം കൊടുക്കുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, സിനിമ കൊടുക്കുന്നുണ്ട്, ഇത് പറയണമെന്നില്ല. പക്ഷെ അത് പറയാൻ അവർ കാണിച്ച മനസ്സ്, അവർ കാണിച്ച ആ ഒരു സ്വയം മനസ്സിലാക്കുക, നമ്മൾ നവീകരിക്കപ്പെടും, സ്വയം നവീകരിക്കപ്പെടും. അതിൽ ഗീതു മോഹൻദാസിനെ അഭിനന്ദിക്കാതിരിക്കാൻ വഴിയില്ല എന്നുള്ളതാണ്. അവര് കുറച്ചുകൂടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡയറക്ടറായി. ഇപ്പൊ ഈ സിനിമ ഇറങ്ങുന്നതുകൂടി ഇന്ത്യയിലെ തന്നെ വളരെ മികച്ച ലേഡി ഡയറക്ടർമാരിൽ ഒരാളായിട്ട് ഗീതു മോഹൻദാസ് മാറും എന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ തന്നെ മാറട്ടെ, നമുക്ക് അഭിമാനമാണ്, നമ്മുടെ മലയാളിയാണ്, നമുക്ക് അഭിമാനമാണ്. ആ രീതിയിലേക്ക് പോട്ടെ എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ടോക്സിക് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാം.